വെറുമൊരു വണ്ടിഭ്രാന്തനായിരുന്ന എൻ്റെ ഭർത്താവിനെ ഒരു ചെടിഭ്രാന്തനാക്കാൻ പറ്റിയതിൽ ഞാനും എൻ്റെ അമ്മയും അതീവമായി സന്തോഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കുറച്ച് ചെടി സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഇത്തവണ ലീവിന് വന്നപ്പോഴേ ടിന്നു മനസ്സിൽ വെച്ചിരുന്ന മെയിനായിട്ടുള്ള കാര്യം, വീട്ടിൽ ഇപ്പം ഇൻഡോർസ് അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്, ഔട്ട്ഡോർ പ്ലാന്റിങ്ങും അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാവുമ്പം എനിക്ക് പറ്റുന്നതെല്ലാം പുള്ളി ഉണ്ടെങ്കിൽ ഞാനും കുറച്ചും കൂടെ ആക്ടിവേറ്റഡ് ആവും, ചെടി മേടിക്കാൻ പോകാനും വരാനും ഒക്കെ. നട്ട് കിട്ടിയാൽ പരിപാലിച്ച് പോകുമെന്നുള്ളതിൻ്റെ കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും പുള്ളിക്ക് ഹാപ്പിയാണ്. അപ്പം ഞങ്ങൾ അവിടെ മണ്ണിര കമ്പോസ്റ്റും കൊക്കോബീറ്റും ഒക്കെ എടുക്കാനായിട്ട് പോയതാണെങ്കിൽ അവിടെ ഒരുപാട് വെറൈറ്റി തൈകൾ കണ്ടു. തൈബൽ ചാമ്പ അങ്ങനെയൊക്കെ. തൈബൽ ചാമ്പ ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ അതൊന്നും വാങ്ങിയില്ല. പിന്നെ എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ കല്ലടയിലെ വീട്ടിലുള്ള ഒരു പേരക്കയുടെ വെറൈറ്റി ഇവിടെ തൈ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ 1.5 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ലോണം പേരയ്ക്ക കിട്ടിയിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളും ആ ഒരു തൈ വാങ്ങി. എന്നെക്കൊണ്ടാവുന്ന വിധം തപ്പിയെടുത്ത് നല്ല തൈ നോക്കിയെടുത്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ സമയം കൊണ്ട് തന്നെ ടിൻഡു അകത്ത് ഗോഡൗണിൽ കയറിയിട്ട് ഉള്ള വളങ്ങളുടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ തരം ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും എല്ലാം ഇവിടെ കിട്ടും. അപ്പം ഞങ്ങളെടുത്ത ഒരു വെർമി കമ്പോസ്റ്റും ആ കൊക്കോബീറ്റും പിന്നെ കുറച്ച് അല്ലാത്ത വളവുമാണ്. അപ്പം ഞാൻ തൈയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇത് അന്ന് തന്നെ നടണമെന്നായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ചെടികളും കൂടെ വാങ്ങാനുണ്ടായിരുന്നു. പോകെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇതിനെ കണ്ടിന്യൂഷനിൽ ഇടാം. അപ്പം ഞങ്ങൾ 2 വീലറിലായിരുന്നു പോയത്. അതെല്ലാം വെച്ച് ഞങ്ങൾ 2-3 ചെടി കടകളിലും കൂടെ ഒക്കെ കയറി നമുക്ക് അത്യാവശ്യം ഒരു ഏരിയ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടുന്ന ചെടി കിട്ടുമെന്ന് നോക്കി. പക്ഷേ നമുക്ക് അന്ന് കിട്ടിയില്ല. പിറ്റേ ദിവസമാണ് ചെടികളൊക്കെ കിട്ടി. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ ചേട്ടന്, അതായത് ടിന്നുൻ്റെ ചേട്ടന് ഒരു അക്വേറിയം ഷോപ്പ് ഉണ്ടായിരുന്നു. ആ അക്വേറിയം വെച്ചിരുന്ന കുറച്ച് ഗ്ലാസ് പൊട്ടിയതൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ആ ഒരു ഏരിയയിൽ ചെടികൾ നടാമെന്ന് വിചാരിച്ചു, മണ്ണൊക്കെ നിറച്ച്. പിന്നെ കുറച്ച് 2 പൊട്ടാത്ത 2 ആമ്പലും താമരയൊക്കെ വളർത്താമെന്ന് വിചാരിച്ചു. ഒരെണ്ണത്തിൽ ഇങ്ങനെ മീനൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ആ ഒരു ഏരിയ അങ്ങനെ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം 2 പേരും കൂടെ മണ്ണി പിള്ളേർ കളിക്കുന്ന പോലെ എല്ലാം മിക്സ് ചെയ്തു. ഇതൊരു 6 കൊട്ട കൂടുതൽ മണ്ണും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞങ്ങൾ ഒരു 6-7 അക്വേറിയം സെറ്റ് ചെയ്തു, മണ്ണ് നിറച്ച്. നല്ലൊരു പണിയായിരുന്നു. ഒരു ഉച്ച സമയം മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഇതായിരുന്നു പണി. പിറ്റേ ദിവസം ഞങ്ങൾ ചെടിയെല്ലാം പോയി നോക്കുന്നതൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻസ് ആയിട്ട് അറിയിക്കുക. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇത്തരം കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പം ഞാൻ ജോലി ചെയ്യുമ്പം കൈകൊണ്ട് അഭിനയിച്ച് കാണിക്കുന്നുണ്ടല്ലേ, ഇതുപോലുള്ള കോപ്രായങ്ങൾ കൊണ്ട് എൻ്റെ ബാഹുബലി പോവുകയാണ്. അപ്പം നമുക്ക് തിരിയും കാണാം. ബൈ ബൈ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.